എസ്തേർ 8-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് തന്നോടുള്ള ബന്ധം ഇന്നതെന്ന് എസ്തർ അറിയിച്ചതിനാൽ അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു. രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തൻ്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തർ മൊർദെഖായിയെ ഹാമാന്റെ വീടിന് മേൽവിചാരകനാക്കി നിയമിച്ചു. എസ്തർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു. അവൻ്റെ കാൽക്കൽ വീണു. ആഗാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി ആലോചിച്ച തന്ത്രവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചു. രാജാവ് പൊൻചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ നിന്നു പറഞ്ഞു, രാജാവിന് തിരുവുള്ളമുണ്ടായി തിരുമുമ്പാകെ എനിക്ക് കൃപ ലഭിച്ച് രാജാവിന് കാര്യം ന്യായമെന്ന് ബോധിച്ച് അങ്ങേ ദൃഷ്ടിയിൽ ഞാൻ പ്രിയയായിരിക്കുന്നുവെങ്കിൽ രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ നശിപ്പിച്ചു കളയണമെന്ന് ആഗാഗ്യനായ ഹമ്മെദാഥയുടെ മകൻ ഹാമാൻ എഴുതിയ തന്ത്രലേഖനങ്ങളെ ദുർബലപ്പെടുത്തുവാൻ കൽപ്പന അയക്കണമേ. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? ദൈവമേ, കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.